എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പടവും സവാളയൊക്കെ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയുടെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ നാലായിട്ടൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം നമുക്കിതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ രാവിലത്തെ പലഹാരത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം എല്ലാം ഒന്ന് നല്ലതുപോലെ പൊങ്ങി വന്ന ശേഷം നമുക്കിത് കോരി. അപ്പോൾ ഞാനവിടെ ഇത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാ എണ്ണയൊക്കെ ഒന്ന് ഊറ്റി ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ ഞാനവിടെ പപ്പടം എല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് മാറ്റിയ ശേഷം അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയുടെ പകുതിയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത്. ഇത് രണ്ടും കൂടി ആ എണ്ണയിൽ കിടന്ന ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വയന്ന് കിട്ടണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും, കാരണം നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ ഒരു തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറേ കൂട്ടുകാരുടെ വീഡിയോ കാണാൻ പറ്റിയില്ല. അതെല്ലാവരും വീഡിയോ ഞാൻ കാണാനായിട്ട് ഇത്തിരി തിരക്ക് കൂടിയത് കൊണ്ടാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനവിടെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി മതി, കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് പൊടി. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട. അപ്പോൾ ഞാനവിടെ കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ എല്ലാം ഞാൻ ചേർക്കുന്നില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് ആ ഒരു മസാലയിൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ അളവിൽ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അധികം നമുക്കിതിനെ ചൂടാക്കിയ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. പിന്നെ ചെറിയൊരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പടം കൊണ്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.